ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഔട്ടിങ്ങിന് പോകാൻ പെട്ടെന്ന് റെഡി ആയാലോ. അപ്പോൾ അതിനായിട്ട് സിമ്പിളിൻ്റെ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ്. അടിപൊളിയാണ്, നല്ല രീതിയിൽ ഫേസ് അബ്സോർബ് ആകാനും ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ അടിപൊളിയാണ്. അത് കഴിഞ്ഞ് ഞാൻ എടുക്കുന്നത് പ്ലമ്മിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫോക്സിലാണ്, തീർന്നുകൊണ്ടാണ് കേട്ടോ. ഇതെനിക്ക് ഫ്രീ കിട്ടിയാണ്, പക്ഷേ അടിപൊളി ഒരു സൺസ്ക്രീനാണ്. ഓയിലി സ്കിന്നൊക്കെ പറ്റിയൊരു സൺസ്ക്രീനാണ് കേട്ടോ. അത് നല്ല പ്രൊട്ടക്ഷൻ തരുന്നതാണ്. അന്ന് ഫേസിലായിട്ട് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് കാഴ്ച ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇപ്പം ലിങ്കിറ്റ് നല്ല ഓഫർ നടക്കുന്നുണ്ട്. കാരണം ഈ രണ്ട് ഐഷാഡോ പാലറ്റ് നല്ല അഫോർഡബിൾ റേറ്റിനാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല ന്യൂഡായിട്ടുള്ള കളേഴ്സും പാർട്ടി അങ്ങനത്തെ ടൈപ്പിലുള്ള അത്യാവശ്യം നല്ല ഷെയ്ഡ്സൊക്കെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണം ഇട്ട് കാണിക്കാം നിങ്ങളെ. ഇത് ഞാൻ എടുക്കുന്നത് ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക് ഒരു ടൈപ്പ് കളറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ലാസ്റ്റ് ചെയ്യുന്നൊരു ഷെയ്ഡും കൂടാണ്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ഇപ്പോഴും അതിൻ്റെ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്ക്. ഇങ്ങനെ ഐഷാഡോ അത്യാവശ്യം ഇപ്പോൾ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയി പോകുന്നൊരു ഐഷാഡോ പാലറ്റാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാതിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ NYBയാണ് യൂസ് ചെയ്തത്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഇത് കുറേ നേരം ഒന്നും ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പല്ല. കുറച്ച് നേരം നിൽക്കും, പിന്നെ അങ്ങ് പോകും. പിന്നെ അത് ഞാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡാസ്ലിൻ്റെ ഐലൈനറും കൂടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം നിൽക്കും. അത് കഴിഞ്ഞ് എടുക്കുന്നത് വിഷ്കെയറിൻ്റെ ലിബാമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു ലിബാമാണ്. കാരണം ഞാൻ ലിപ്സ്റ്റിക്കിട്ട് അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ലിപ്പിൽ. ആ ഒരു ടൈമിലാണ് ഞാനിത് വാങ്ങിച്ചത്. അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ കോൺഫിഡൻ്റ്. ഇപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പം എൻ്റെ ഒരു കാര്യത്തിൽ തന്നെ എൻ്റെ അത്യാവശ്യം പിഗ്മെൻറ്റേഷനൊക്കെ മാറിയിട്ടുണ്ട് എൻ്റെ ലിബാം യൂസ് ചെയ്ത്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നതും ഈ ഒരു ലിബാമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നത് ലിപ് ലൈനറാണ്. അത് ഡാസ്ലിൻ്റെ ഒരു ലിപ് ലൈനറാണ്. ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നൊരു ലിപ് ലൈനറാണിത്. അത് കണ്ണാടി നോക്കിയിട്ട് ശരിയാകത്തില്ല ഗൈസ്. പിന്നെ അതൊക്കെ നോക്കി ഒന്ന് സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് എടുക്കുന്നത് മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പം അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. കുറച്ചിട്ട് തന്നെ ഒത്തിരി ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നത്. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളി ഒരു കളറാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ആക്കുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവർക്കും ചേരുന്നൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. അത് പിന്നെ ഞാൻ കണ്ണാടി നോക്കിയെല്ലാം ഒന്ന് സെറ്റാക്കി. ഇതാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയറിലോട്ട് കളക്കുവാണെങ്കിൽ എനിക്ക് ഹെയർ എങ്ങനെ കറക്റ്റായിട്ട് കെട്ടാന്ന് വെച്ചാൽ പ്രത്യേകം ഹെയർ സ്റ്റൈൽ ഒന്നും അറിയത്തില്ല ഗൈസ്. മിക്കപ്പോഴും ഞാൻ ഒരേ ഹെയർ സ്റ്റൈലായിരിക്കും കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വട്ടം ഞാൻ കുറച്ച് വെറൈറ്റി കെട്ടാന്ന് വിചാരിച്ചാൽ എനിക്കാണ് ഒന്നും കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മുടി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കമ്മലിൻ്റെ ആണി പോയി ഗൈസ്. പിന്നെ ഞാൻ അത് ഫ്രണ്ടോട് ചോദിച്ച് കമ്മലിൻ്റെയൊക്കെ ആണിയൊക്കെ ഇട്ടാകെയാണ് പിന്നെ സെറ്റായത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഹെയർ ഒന്ന് സെറ്റാക്കി ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. ബൈ.